ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളുടെ അമൃതയുടെ കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നിങ്ങളെപ്പോലെ എനിക്കും തോന്നി ആരെങ്കിലുമൊക്കെ പ്രതികരിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന്. അവ വിചാരിച്ചു, ഒരു സാധാരണ പെൺകുട്ടിക്ക് വേണ്ടി, അതൊരു സെലിബ്രിറ്റി ആയി പോയതുകൊണ്ട് തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇത്രയും വലിയ ഒരു ഒരു സൈബർ ബുള്ളിങ് എന്ന് തന്നെ പറയാം, പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ആ കുട്ടിയുടേതായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇത്രയധികം സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു ഇരയാകേണ്ടി വന്നപ്പോൾ അതെൻ്റെ മോളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്നുള്ളത് എനിക്ക് ഒത്തിരി വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഒരു അധ്യാപിക എന്ന നിലയ്ക്കും, ഒരമ്മ എന്ന നിലയ്ക്കും, ഒരു കൗൺസിലർ എന്ന നിലയ്ക്കും ഒന്ന് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. എസ്പെഷ്യലി എൻ്റെ ഈ വീഡിയോ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ആൺകുട്ടികൾ കാണണ്ടെന്നല്ല, എങ്കിലും പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് പോയിന്റ്സ് അമൃതയുടെ ലൈഫുമായിട്ട് റിലേറ്റബിൾ ആണ്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കുട്ടി അനുഭവിച്ച അത്രയും ഒരു ദുഃഖം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടുമുള്ള പോയിന്റ്സ് എന്ന് ഞാൻ കണ്ടെത്തിയത്: 1, മാരേജ്; 2, ഡിവോഴ്സ്; 3, റീമാരേജ്; 4, പാരന്റിങ്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി തൻ്റെ ലൈഫിൽ നേരിടുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് തൻ്റെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ 4 എണ്ണവും അമൃതയുടെ ലൈഫുമായിട്ട് എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ പോയിന്റ് വരുന്നത് മാരേജ് ആണ് അല്ലേ? പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 18 ആണ്. പക്ഷെ ഇത് വെറും ഒരു നമ്പർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് മാനസികമായി ഒരു വിവാഹത്തിന് തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു മെന്റാലിറ്റി സ്വായത്തമാക്കാതെ നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പാടില്ല. ഇവിടെ അമൃതയ്ക്ക് പറ്റിയത് അതാണ്. അമൃതയുടെ 18 വയസ്സിലാണ് അമൃത വിവാഹിതയാവുന്നത്. അപ്പൊ ആ ഒരു 18 വയസ്സിന്റെ പ്രായത്തിൽ തന്റെ മനോഹരമായ ശബ്ദം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ പ്രിയങ്കരിയായി മാറിയ അമൃതയ്ക്ക് ഒരു പ്രപ്പോസൽ വരികയാണ്, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നടനുമായിട്ട് അല്ലെ? അപ്പൊ ആ ഒരു വിവാഹം നടത്താൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അമൃതയുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അമൃത ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളാണെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ വളരെ സമ്പന്നനായ ഒരു വ്യക്തി വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും സന്തോഷമാണ് ഉണ്ടാവുക അല്ലെ? ആ കുട്ടിക്ക് ഒരു പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല എങ്കിൽ പോലും പുറമേ നോക്കുമ്പോൾ സുന്ദരനായ ഒരു ആളാണ്, പ്രശസ്തനായ ആളാണ്, സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളാണ്, അപ്പം എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് ഭംഗിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് ആ 18 വയസ്സുകാരിയായ ആ പെൺകുട്ടിക്ക് അന്നുണ്ടായിരുന്നത്. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ മക്കളാണെങ്കിലും നമ്മളുടെ ഒരു മോളെ ആണെങ്കിലും നമ്മൾ അങ്ങനെയൊരു ഒരു ഭാവി വരനെ കണ്ടെത്താൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പിന്നെ അവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ ഒരു വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹപ്രായം 18 ആണെങ്കിലും മാനസികമായി ഒരു പക്വത വന്നതിന് ശേഷം മാത്രം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാവുള്ളൂ. ഇത് അമൃതയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലെസണാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിവോഴ്സ്. എനിക്ക് ഈ ജീവിതം മതി എന്ന് പറയുന്ന പെൺകുട്ടി ആ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ
അച്ഛനമ്മമാരോട് തുടക്കത്തിൽ ഇതെല്ലാം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും പറയില്ല. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഈ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല, ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് വരിക എന്നുള്ളപ്പോൾ അതാരോടെ പറയാൻ പറ്റുള്ളൂ? അച്ഛനോടും അമ്മയോടും മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഈ ലോകത്ത് സത്യസന്ധമായി ആത്മാർത്ഥമായി തങ്ങളുടെ കുഞ്ഞ് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് രണ്ടേ രണ്ട് വ്യക്തികളാണ്, നമ്മളുടെ മാതാപിതാക്കന്മാരാണ്, അല്ലെ? അപ്പൊ തീർച്ചയായും അമൃത ചെയ്തത് ശരിയാണ്. അമൃതയുടെ വിവാഹ ജീവിതം ആ പെൺകുട്ടി ഉദ്ദേശിച്ചതുപോലെ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമുക്ക് പറ്റാത്തൊരു വിവാഹ ജീവിതം ഇത്ര നമ്മൾ എന്താ പറയാ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെ വേണ്ടാന്ന് വെച്ച് പോരുക തന്നെയാണ് വേണ്ടത്. ഡിവോഴ്സ് ആയതിനു ശേഷം 10-13 വർഷം ആ കുട്ടി സിംഗിൾ മദറായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 10-13 വർഷത്തോളം വിവാഹ ജീവിതം ഇനി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടിക്ക് തീർച്ചയായും ഒരു ജീവിത പങ്കാളിയെ കിട്ടുക എന്നത് ഏതൊരു അച്ഛനമ്മമാരുടെ ആഗ്രഹമാണ്, അല്ലെ? ആ കുട്ടിയും അങ്ങനെ ആഗ്രഹിച്ചു എന്ന് കരുതുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എനിക്കും എൻ്റെ മോൾക്കും സംരക്ഷകനായി ഒരാള് വരും, അല്ലെങ്കിൽ ആ ആള് നിൽക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയല്ലേ ആ കുട്ടി രണ്ടാമതും ആ ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവുക. നിർഭാഗ്യവശാൽ ആ ഒരു ബന്ധവും സക്സസ് ആയില്ല എന്നുള്ളതാണ്. അതിന് അമൃതയാണോ അവിടെ തെറ്റുകാരി? അല്ല. തെറ്റുകൾ എല്ലാവർക്കും പറ്റാറില്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. തെറ്റുകളിലൂടെയല്ലേ നമ്മളുടെ ജീവിതം പോകുന്നത്, അല്ലേ? നിങ്ങൾക്കാണേലും എന്തെല്ലാം പലതരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാറില്ലേ? ആ തെറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് ഓരോ പാഠങ്ങളാണ്, അല്ലെ? എന്ന് വെച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമ്മളുടെ ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് പാഠങ്ങളാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു? ആ ഒരു പങ്കാളിയോടൊപ്പമുള്ള ജീവിതം വേണ്ടാന്ന് വെച്ചു. അതും തെറ്റാണോ? അല്ല. എന്താണ് തെറ്റായി പോയത്? ആ കുട്ടി ഒരു സെലിബ്രിറ്റി ആയി പോയത് കൊണ്ടാണ്, അല്ലെ? സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ഇത്രയും സൈബർ ബുള്ളിങ് നേരിടുമോ? ഇല്ല. അത് നമ്മുടെ വീട്ടിലെ ചുറ്റുപാടും നമ്മളുടെ ബന്ധുക്കളും നമ്മുടെ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ളവരുടെ ഇടയിലാണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക. നമ്മളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ എന്നൊരു നിമിഷം ചിന്തിച്ച് നോക്കൂ. നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റാറില്ലേ? ആ തെറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതല്ലേ? ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളല്ലേ? നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ജീവിതമല്ലേ നമ്മളുടെ ഭാവിയിൽ? ഒരു ഇമോഷണൽ സപ്പോർട്ടും ഒരു കമ്പാനിയൻഷിപ്പുമാണ് നമ്മൾ റീമാരേജിൽ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അതെവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? അത് നമുക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നില്ല, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഒരു റീമാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് മാത്രം ചെയ്യുക. നമ്മൾക്ക് തുടർന്നുള്ള ജീവിതത്തിൽ നമുക്കൊരു പങ്കാളിയെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം പക്വതയാർന്ന ഒരു തീരുമാനം എടുക്കുക. അത് ഉറച്ചതായിരിക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യവും മനസ്സിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം തുടരാനാവുകയുള്ളൂ. ഇനി പാരന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമൃത ഒരു സിംഗിൾ പാരന്റ് ആണ്, അല്ലെ? അച്ഛന്റെ സ്നേഹം ഒരച്ഛന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അമ്മ അവിടെ പകരക്കാരിയാണ്, അല്ലെ? അപ്പോൾ അച്ഛനില്ലാത്ത ദുഃഖം, അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഇല്ലാത്ത ദുഃഖം, അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ആ കുഞ്ഞിന്റെ ദുഃഖം അവൾ അനുഭവിക്കുന്നത് പല സന്ദർഭങ്ങളിലുമാണ്, അല്ലെ? സൊസൈറ്റിയുടെ മുന്നിൽ, പലരുടെയും മുന്നിൽ ആ കുട്ടി വളരെ ദുഃഖിതയാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി മറ്റുള്ള കുട്ടികൾ അച്ഛനമ്മമാരുടെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ, സന്തോഷിക്കുന്നത് കാണുമ്പോൾ, ഇപ്പൊ പാർക്കിലായാലും ഒരു ഫിലിമിന് പോയാലും, പിന്നെ എന്താ പറയുക, മോളുകളിൽ പോയാലും യാത്രകൾ പോയാലും ആ കുഞ്ഞ് കാണുന്നത് എന്താണ്? മറ്റുള്ള കുട്ടികളുടെ ഒപ്പം അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ സ്കൂളിൽ ആ കുട്ടി ഒത്തിരി ദുഃഖത്തോടെയുള്ള പല സന്ദർഭങ്ങളും ഫേസ് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ കുട്ടിയും അങ്ങനെ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ടാവും. എത്രത്തോളം നമ്മൾ ഒരമ്മ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ആ കുഞ്ഞിന് അച്ഛന്റെ സ്നേഹം കിട്ടാതെയാവുമ്പോൾ ആ എത്ര സ്നേഹം കൊടുത്താലും ആ കുഞ്ഞു മനസ്സിന്റെ ഒരു കോണിൽ എനിക്ക് അച്ഛനില്ലല്ലോ എന്നുള്ള ദുഃഖം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.
ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യമാണ്. കാരണം ആ കുഞ്ഞിനും ഉണ്ടാവില്ലേ വിഷമങ്ങളൊക്കെ. ഈ അമ്മയുടെ വിഷമം കണ്ടു വളർന്ന കുട്ടി പിന്നെ പറയുന്നുണ്ട് അമ്മയെ ഉപദ്രവിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഈ 3 വയസ്സ് തൊട്ട് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റും. മനഃശാസ്ത്രം പറയുന്നത് അത് തന്നെയാണ്. 3 വയസ്സ് മുതൽ നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവും. അത് വലുതാവുമ്പോൾ, പ്രത്യേകിച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അത് മനസ്സിലൊരു ട്രോമയായിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ അതൊരു ട്രോമയായിട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ്. പിന്നെ അത് പുറത്തേക്ക് പറയുക എന്നുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതാവാം, അല്ലേ? അപ്പം അങ്ങനെ തുറന്ന ഒരു പറച്ചിൽ വന്നപ്പോഴും ഇത്രയും നാളും അമൃതയെ കുറ്റക്കാരിയാക്കിക്കൊണ്ടിരുന്ന ഒരു സമൂഹമാണ് വീണ്ടും ആ കുഞ്ഞങ്ങനെ പറഞ്ഞതിന് വീണ്ടും അവരെ തളർത്തുന്ന രീതിയിലുള്ള മറുപടികളും സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടാവാൻ കാരണവും അത് തന്നെയാണ്. ആ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണ്. അപ്പോൾ സിംഗിൾ മദർ എന്നുള്ള നിലയ്ക്ക് അമൃത ആ കുഞ്ഞിനെ വളരെയധികം സ്നേഹിച്ച് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്, അല്ലേ? പക്ഷെ എന്നാലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അച്ഛൻ്റെ സ്നേഹമില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം എന്നുണ്ടാവും. അച്ഛനില്ലെങ്കിലും മകളെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു അമ്മയല്ലേ അത് അമൃത. അപ്പം എങ്ങനെയാണ് അമൃത കുറ്റക്കാരിയാവുക? അല്ല. അപ്പം നമുക്കൊക്കെയാണ് തെറ്റിയത്, അല്ലേ? നമ്മളുടെ ചിന്താഗതികളാണ് മാറ്റേണ്ടത്, നമ്മളുടെ അഭിപ്രായങ്ങളാണ് മാറ്റേണ്ടത്. ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അല്ലേ? അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് നോക്കുക. നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെയാണ്, അല്ലേ? തെറ്റുകളിലൂടെ നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പാരന്റിങ് ഈസ് നോട്ട് എ റേസ് ടു പെർഫെക്ഷൻ എന്ന്? പിന്നെ എന്താണ്? ഇറ്റ്സ് എ ജേർണി ഓഫ് ലവ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗ്രോത്ത്. ആർക്ക്? ഫോർ ബോത്ത് പാരന്റ് ആൻഡ് ചൈൽഡ്, അല്ലേ? അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അമൃത എന്നുള്ള അമ്മയെ കുറ്റപ്പെടുത്താതിരിക്കുക. സിംഗിൾ മദർ ആയിട്ട് പോലും ആളെ ചേർത്ത് പിടിച്ച് വളർത്തിയ അമ്മയാണത്, അല്ലേ? ഒന്ന് മനസ്സിലാക്കുക ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സന്ദർഭമല്ലേ ഇത്? നമ്മൾ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? ഇത്രയും പ്രതിസന്ധികളെല്ലാം നേരിട്ടിട്ടും വളരെ ധൈര്യവതിയായി, വളരെ സ്ട്രോങ് ആയി, വളരെ എനർജറ്റിക് ആയി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന പെൺകുട്ടിയാണ് അമൃത. അമൃതയെ വെറുതെ വിടും. അവളും ജീവിക്കട്ടെ അവളുടെ കുഞ്ഞിനോടൊപ്പം സന്തോഷത്തോടെ, സമാധാനത്തോടെ. നമ്മളുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിൽ പല പല തെറ്റുകൾ നമ്മൾക്ക് സംഭവിക്കാറുണ്ടല്ലേ? ആ തെറ്റുകളെ എല്ലാം മനസ്സിലാക്കി അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ച് നമുക്കും ആരെയും ഉപദ്രവിക്കാതെ സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ഷോർട്ടായിട്ടുള്ള നമ്മുടെ ലൈഫ് മനോഹരമാക്കാം. ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.